നമസ്കാരം, പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. ഓരോ രാജ്യത്തെ നിയമങ്ങളും അവയുടെ ചട്ടക്കൂടുകളും വ്യത്യസ്തമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തേതുപോലെയല്ല ഗൾഫ് രാജ്യങ്ങളിൽ. UAE അടക്കം പോകുന്ന പ്രവാസികൾക്ക് പലപ്പോഴും തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാകില്ല. അങ്ങനെയുള്ളവർ നിർബന്ധമായും ചില കാര്യങ്ങൾ, അത് പ്രൊമോഷൻ, പിരിച്ചുവിടൽ എന്നിവയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. UAE തൊഴിൽ നിയമം അനുസരിച്ച് ഒരു തൊഴിലുടമയ്ക്ക് പ്രൊമോഷൻ കാലയളവിൽ ജീവനക്കാരനെ പിരിച്ചുവിടുവാൻ നിയമപരമായി സാധിക്കും. 2021 ഫെഡറൽ ഡിക്രി നിയമം നമ്പർ 33 ആർട്ടിക്കിൾ പ്രകാരം ഇതിനായി 14 ദിവസത്തെ മുൻകൂർ രേഖാമൂലമുള്ള നോട്ടീസ് നൽകണം എന്നാണ് പ്രധാന നിബന്ധന. നിയമത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ജോലി ആരംഭിക്കുന്ന തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ കൂടാതെ ഒരു പ്രൊമോഷൻ കാലയളവിൽ തൊഴിലുടമയ്ക്ക് ജീവനക്കാരനെ നിയമിക്കാം. സേവനം അവസാനിപ്പിക്കുന്നതിനുള്ള തീയതിക്ക് കുറഞ്ഞത് 14 ദിവസം മുൻപെങ്കിലും രേഖാമൂലം അറിയിച്ചതിനു ശേഷം ഈ കാലയളവിൽ തൊഴിലുടമയ്ക്ക് ജീവനക്കാരന്റെ സേവനം അവസാനിപ്പിക്കാമെന്നാണ് നിയമത്തിൽ പറയുന്നത്. കൂടാതെ പ്രൊമോഷൻ കാലയളവിൽ പിരിച്ചുവിടുമ്പോൾ ജീവനക്കാരന് അവസാനത്തെ പ്രവൃത്തി ദിവസം വരെയുള്ള എല്ലാ കുടിശ്ശികകളും നൽകുവാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. UAE തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 29(3) അനുസരിച്ച് അടയ്ക്കാത്ത ശമ്പളം, അർഹമായ അവധിക്കാല ആനുകൂല്യങ്ങൾ ബാധകമെങ്കിൽ നോട്ടീസ് കാലയളവിലെ ശമ്പളം എന്നിവ ഇതിൽ ഉൾപ്പെടും. പ്രൊമോഷൻ കാലയളവിലും ജീവനക്കാരന് വാർഷിക അവധി അനുവദിക്കുവാൻ തൊഴിലുടമയ്ക്ക് സമ്മതിക്കാം. പ്രൊമോഷൻ കാലയളവ് പൂർത്തിയായിട്ടില്ലെങ്കിൽ ജീവനക്കാരന് വാർഷിക അവധിയുടെ ബാക്കിയുള്ള തുകയ്ക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാൻ അർഹതയുണ്ട്. ഈ വിഷയത്തിൽ നിയമം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: തൊഴിൽ കരാർ അവസാനിക്കുമ്പോൾ ജീവനക്കാരന്റെ അഭ്യർത്ഥന പ്രകാരം തൊഴിലുടമ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകണം. ജോലി ആരംഭിച്ച തീയതി, അവസാനിച്ച തീയതി, മൊത്തം സേവന കാലയളവ്, തസ്തിക, അവസാന ശമ്പളം, കരാർ അവസാനിപ്പിച്ച കാരണം എന്നിവ ഈ സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കണം. ജീവനക്കാരന്റെ പ്രശസ്തിക്ക് ഹാനികരമാകുന്നതോ പുതിയ ജോലി സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്നതോ ആയ യാതൊന്നും അതിൽ ഉൾപ്പെടുവാൻ പാടില്ല. ആർട്ടിക്കിൾ 13(11) ഇത് നിർബന്ധമാക്കുന്നു. തൊഴിൽ കരാർ അവസാനിക്കുമ്പോൾ ജീവനക്കാരന്റെ അഭ്യർത്ഥന പ്രകാരം യാതൊരു ഫീസും കൂടാതെ സേവനത്തിന്റെ ആരംഭം, അവസാനം, മൊത്തം സേവന കാലയളവ്, തസ്തിക അല്ലെങ്കിൽ ജോലിയുടെ തരം, അവസാനത്തെ ശമ്പളം, തൊഴിൽ കരാർ അവസാനിപ്പിച്ചതിനുള്ള കാരണം എന്നിവ സൂചിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകണം. ഈ സർട്ടിഫിക്കറ്റിൽ തൊഴിലാളികളുടെ പ്രശസ്തിക്ക് ഹാനികരമാകുന്നതോ പുതിയ തൊഴിലവസരങ്ങൾ നേടുവാനുള്ള സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നതോ ആയ ഒന്നും ഉൾക്കൊള്ളുവാൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. ചുരുക്കത്തിൽ UAE പ്രവാസികൾ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണ പുലർത്തുന്നത് വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ സഹായിക്കും. പ്രൊമോഷൻ കാലയളവിൽ പിരിച്ചുവിടൽ നേരിടേണ്ടി വന്നാൽ നിയമപരമായ 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായാൽ മടിക്കാതെ MOHRE ഔദ്യോഗിക പോർട്ടൽ വഴി പരാതിപ്പെടുവാൻ തയ്യാറാകണം. തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നത് ജീവനക്കാരുടെ അവകാശം മാത്രമല്ല, അത് UAE സുസ്ഥിരമായ തൊഴിൽ അന്തരീക്ഷത്തിന്റെ ഭാഗം കൂടിയാണ്. കരാറിലെ ഓരോ വരിയും വായിച്ചു മനസ്സിലാക്കി മാത്രം ഒപ്പിടുന്നത് ഭാവിയിലെ പല നിയമക്കുരുക്കുകളും ഒഴിവാക്കുവാൻ നിങ്ങളെ സഹായിക്കും.